ഇനി പോവാണെന്ന് വിചാരിച്ചത് നമ്മുടെ ഫ്രിഡ്ജ് ടൂർ കാണിക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഒരുങ്ങാണ് കേട്ടോ. നമുക്ക് ഫ്രിഡ്ജ് ടൂറിലേക്ക് പോവാം. കവറൊന്നും ഇളക്കി കളഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു 6 months ആയിട്ടുണ്ടാവും കേട്ടോ ഇത് വാങ്ങിച്ചിട്ട്. അതിൻ്റെ അകത്ത് എന്താണ് പരിപാടി എന്ന് നിങ്ങളെ കാണിക്കാൻ പോവാണ്. വല്ല മൂർക്കം പാമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല ഗായ്സ്. ഇതാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനിയൊക്കെ പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പം അത് കാരണം ഉള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് കുത്തിക്കയറ്റി വെക്കും ഗായ്സ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചുമ വന്നു പോവും. എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ. ചുമ കുറവില്ല, പനി കുറഞ്ഞിട്ടുണ്ട്, ചുമ കുറവില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ. നമ്മളിത് തേങ്ങയൊക്കെ ഉണക്കാനായിട്ട് ഫ്രിഡ്ജിനകത്താണ് വെക്കുന്നത്. നിങ്ങളൊക്കെ വെയിലത്തിട്ട് ഉണക്കണമെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിനകത്താണ് വെക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഇരിക്കണതെന്നാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാനിത് വൃത്തിയാക്കണമുണ്ട്. അപ്പോൾ ഫ്രിഡ്ജ് വൃത്തിയാക്കലും ഫ്രിഡ്ജ് ടൂറും കൂടി ഒരുമിച്ചാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിനകത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഗായ്സ് ഞാനപ്പം ഫോൺ നമുക്ക് സ്റ്റാൻഡിൽ വെക്കാം. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഏതൊക്കെ സാധനങ്ങളാണ് ഇതിനകത്തുള്ളതൊന്നും എനിക്ക് ഒരു ഐഡിയയും ഇല്ല. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. മല്ലിയില, കുടിക്കാനുള്ള വെള്ളം, ഉണങ്ങിയ കോളിഫ്ലവർ, ക്യാബേജ്, ഉണങ്ങിയ സലാഡ്, അഴുകിയ തക്കാളി, മുല്ലമൊട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം, നെറ്റിച്ചുട്ടി, കാശുമാല. അയ്യോ, ചെലങ്ക എവിടെ? നാഗവല്ലിയുടെ ചെലങ്ക എവിടെ? പാത്രത്തിൻ്റെ അടപ്പ്, അതുപോലെ തന്നെ ഇത് നല്ല വെജിറ്റബിൾസാണ് കേട്ടോ. നമ്മുടെ കോളിഫ്ലവർ, ക്യാപ്സിക്കം, ഇത് നല്ല വെജിറ്റബിൾസാണ്. പിന്നെ ഡ്രൈക്കകത്തിരിക്കുന്നത് നല്ല വെജിറ്റബിൾസാണ്. പിന്നെ എക്സ്ട്രാ പാല്, വീണ്ടും പാത്രത്തിൻ്റെ അടപ്പ്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മളെ സാധനങ്ങളൊക്കെ തേച്ച് കഴുകാണ് കേട്ടോ. ലിക്വിഡും സോപ്പൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ ഇതൊക്കെ കഴുകി ക്ലീനാക്കി എടുക്കുന്നത്. പക്ഷേ എങ്കിൽ വെളിയിൽ കൊണ്ടുവച്ച് ഉണക്കാൻ നമുക്കൊന്നും പറ്റില്ല കേട്ടോ. വെയിലൊക്കെ ഉണ്ട്, മഴയില്ല. ഇപ്പോൾ ഇത് ഗ്ലാസ് ആയതുകൊണ്ട് വല്ല പൂച്ചയും വന്ന് അത് തള്ളിയിട്ട് പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ നന്നായിട്ട് തേച്ചുറച്ച് കഴുകി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഒരു ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ച് തുടച്ചെടുക്കും കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ഫ്രിഡ്ജിൻ്റെ അകത്തൊക്കെ ആദ്യം ലിക്വിഡ് ഉപയോഗിച്ച് തേച്ചതിന് ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ട് അത് തുടച്ചെടുത്തിട്ട് പിന്നെ ഒരു ഉണങ്ങിയ തുണി വെച്ച് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഉണങ്ങിയ തുണി വെച്ച് തുടച്ച് അതിലേക്ക് ഫിറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിന് ശേഷം നമ്മൾ സാധനങ്ങളൊക്കെ തിരിച്ച് പെറുക്കി വെക്കുകയാണ്. അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് നമുക്ക് ഉണക്കി അടുക്കി പെറുക്കിയൊക്കെ വെക്കാം. അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ ഇരുന്ന വാട്ടർ മെലൺ കട്ട് ചെയ്ത് ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ മാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു കവറിലാക്കി വെച്ചു. പിന്നെ പാലും ഒക്കെ നമ്മൾ അതുപോലെ തന്നെ പറക്കി വെച്ചു. അപ്പം നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഫൈനൽ വ്യൂ എങ്ങനെയുണ്ട്? നല്ല ക്ലീൻ ആയിട്ടില്ലേ? ഇത്രയും വേസ്റ്റ് സാധനങ്ങളാണ് കേട്ടോ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയത്. അപ്പം നമ്മുടെ ഫ്രിഡ്ജ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലിന് വേണ്ടി ഞാൻ ഒരു നാരങ്ങയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളി സ്മെല്ലാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. പിന്നെ ചേട്ടൻ വന്നപ്പോൾ നല്ല ഒരു അടിപൊളി സർപ്രൈസാണ്. ഫ്രിഡ്ജ് ഒന്ന് തുറക്കുമ്പോൾ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ഉമ്മ.